ഹായ് ഫ്രണ്ട്സ്, തൊട്ട് മുമ്പേയുള്ള വീഡിയോയിൽ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊരു വീഡിയോ ആയിട്ട് വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നിട്ടാണ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഫേസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഏത് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോ ഈ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് ടൈപ്പ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാനിവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ്, ഇപ്പൊ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഫേസ് ആണ്. കാരണം ഞാൻ സംസാരിക്കുന്നതാണ്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ എൻ്റെ ഫേസ് അത്യാവശ്യം ക്ലാരിറ്റി വേണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇങ്ങനെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഈ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ കാരണം, എനിക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ വെച്ച് ഷൂട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എൻ്റെ ഫേസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്. ഞാൻ സെറ്റിങ്സിലും കാര്യത്തിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് നേരെ ഓപ്പോസിറ്റ് ഒന്ന് വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കി. ഇനി നിങ്ങൾക്ക് കാണാം, ഞാൻ ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിറ്റി വ്യത്യാസം മനസ്സിലാകുന്നില്ല. ഞാൻ ഈ നിൽക്കുന്ന പൊസിഷനിൽ 4 ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ് വ്യത്യാസം. നോക്കൂ, ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇപ്പൊ വ്യത്യാസം മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഈ രീതിയിൽ സംസാരിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ ഫേസിൽ അത്യാവശ്യം ഒരു ഷൈനിങ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഈ രീതിയിൽ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫേസിൽ ഒരു ക്ലാരിറ്റി ഉള്ളത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോറായി തോന്നും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ലൈറ്റ് കുറവാണ്, വൈകുന്നേരമാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ക്യാമറ നേരെ പിടിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാതെ 4 ഭാഗത്തും നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക, ഏത് ഭാഗത്തു നിന്നാണ് വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ തുടക്കക്കാരാണ്, സ്വാഭാവികമായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റിയിലൊന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് അത്യാവശ്യം ക്വാളിറ്റി കിട്ടുക എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ആംഗിളിൽ നിന്നും 4 ഭാഗങ്ങളിൽ നിന്നും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതാണ് ക്ലാരിറ്റി എന്നുള്ളത്. കാരണം നമ്മൾ സെറ്റിങ്സോ കാര്യങ്ങളൊന്നും ഇവിടെ മാറ്റുന്നില്ല, 4 ഭാഗത്തുനിന്നും നമ്മൾ നോക്കി. ഓക്കെ, അപ്പൊ എനിക്ക് കുഴപ്പമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമു എന്നുള്ള ഒരാൾ ഇപ്പൊ പൊസിഷൻ കറക്റ്റ് ആക്കി. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഫേസ് കാണിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ഫേസ് കാണിച്ചിട്ടാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാം, നിങ്ങൾ ഇനി ഏത് ചാനലൊക്കെ തുടങ്ങും എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഞാനൊരു ടിപ്സ് പറയാം. അപ്പൊ രണ്ടാമത് ഞാൻ ഇനി റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ എനിക്ക് പൊസിഷൻ കറക്റ്റായി, ഞാനിത് തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് വീഡിയോ റെക്കോർഡ് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇതിന് മുന്നേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ ബാക്ക് ക്യാമറ അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടായിരുന്നു നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ലെൻസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഏത് ക്വാളിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ലെൻസ് ക്ലീൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ഇതാണ് ലെൻസ് എന്നുള്ളത്. നമുക്കറിയാമല്ലോ, ഒരു ലെൻസ് അവിടെ കാണാം നിങ്ങൾക്ക്, ക്യാമറന്റെ ലെൻസ്. ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്യുക. ഒരു തുണി എടുത്തിട്ട്, നല്ലൊരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അവിടെ ഡസ്റ്റ് പൊടിയൊക്കെ ആയിട്ട് ഒരു മങ്ങൽ ഉണ്ടായിരിക്കും. നമ്മൾ എടുക്കുന്ന വീഡിയോനെ അത് ബാധിക്കും. കാരണം അവിടെ എത്ര മങ്ങലുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ക്വാളിറ്റി കൂട്ടിയിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ അടുക്കളയിലൊക്കെ ഇരുന്നുകൊണ്ട് ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും, കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നവരായിരിക്കും. അപ്പൊ ഒരുപാട് വയർപ്പും കാര്യങ്ങളും പൊടിയൊക്കെ അടങ്ങിയിട്ട് അത് ലെൻസ് ഫുള്ള് അഴുക്കായിരിക്കും. അപ്പൊ ഏത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ലെൻസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെൻസ് ക്ലീൻ ചെയ്തു. അപ്പൊ തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങോട്ട് നോക്കണം എന്നുള്ളത്. ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സിന് വരുന്ന ഒരു മിസ്റ്റേക്കാണത്. ഇപ്പൊ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ക്രീനിലേക്കാണ് നോക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷൈനിങ് ഉണ്ടോ, എൻ്റെ ഫേസ് ക്ലാരിറ്റി ഉണ്ടോ, ബോറാണോ എന്നൊക്കെ അറിയാം. അപ്പൊ ഞാൻ സംസാരിക്കുന്ന രീതി ശരിയാണോ, പല്ല് കാണുന്നുണ്ടോ,
അപ്പൊ ഈ രീതിയിൽ അത് ബോറായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് കോംപ്ലക്സുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ക്രീനിലേക്ക് നമ്മളെ മുഖത്ത് നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എന്റെ സ്ക്രീനിലേക്ക് നോക്കി സംസാരിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസവും ഞാൻ ക്യാമറന്റെ ലെൻസിലേക്ക് നോക്കി സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലെൻസിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളത് എല്ലാ രീതിയിലും നമ്മൾ വെച്ച് നോക്കി ക്ലാരിറ്റി ഉള്ളത് തിരഞ്ഞെടുത്തു. രണ്ടാമത് എന്ത് ചെയ്തു, നമ്മൾ ലെൻസ് ക്ലീൻ ചെയ്തു. മൂന്നാമത് എന്ത് ചെയ്യുന്നു, നമ്മൾ വീഡിയോയിൽ ലെൻസിൽ നോക്കി സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഇവിടെ ഇപ്പോൾ ഫേസ് കാണിച്ചിട്ട് ആളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ലെൻസിലേക്ക് നോക്കി സംസാരിക്കുക. അപ്പൊ ആളുകളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഇപ്പൊ ഞാനിതൊരു ജസ്റ്റ് ഒരു സ്റ്റാൻഡിൽ പിടിച്ച് സംസാരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതൊരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇപ്പൊ നോക്കും, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കാം, ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഇവിടെ ഒരു ഗ്രിഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ്, നിങ്ങളുടെ ഒക്കെ ഫോണിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ വീഡിയോന്റെ ആ ഒരു സ്ക്രീന് 9 കോളായിട്ട് വരുന്നുണ്ട്. അതിൽ കറക്റ്റ് സെൻട്രൽ എൻ്റെ ഫേസ് വരുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് കാണാം, ഈ രീതിയിൽ ചെരിവോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഗ്രിഡ് ലൈൻ ഉണ്ടെങ്കിൽ ശരിയാക്കി വെക്കാൻ പറ്റും. ഇപ്പൊ ഈ ഗ്രിഡ് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഈ ഗ്രിഡ് ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ ചെരിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയില്ല വീഡിയോ എടുക്കുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഏത് വീഡിയോ ഫേസ് കാണിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈ ഗ്രിഡ് ലൈൻ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, ഈ ജനവാതിലിന്റെ ഈ ഒരു ഇതിവിടെ കറക്റ്റ് ലൈന് കറക്റ്റ് ആയിട്ട് ഗ്രിഡ് ലൈന് മാച്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരേ പാറ്റേണിൽ ഒരേ ഹൈറ്റിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ അത്രയും പക്കയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ചെരിവ് വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഫേസ് കാണിച്ചോ അല്ലാതെയോ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ഗ്രിഡ് ലൈൻ യൂസ് ചെയ്യാം. നമ്മൾ എന്താണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു സെൻട്രലിൽ വരുത്താൻ ശ്രമിക്കുക. ഇപ്പൊ ഞാനിവിടെ എന്റെ ഫേസ് ആണ് മെയിൻ ഒബ്ജക്ട്. അപ്പൊ ഞാനത് സെൻട്രലിൽ വെച്ച് ചെയ്യുന്നു. ഈ ഭാഗത്തും അകലം കറക്റ്റ് ആണ്, ഈ ഭാഗത്തും അകലം കറക്റ്റ് ആണ്. അപ്പൊ ആ വീഡിയോക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഗ്രിഡ് ലൈൻ ഇതുപോലെ, അതിപ്പോ ഗ്രിഡ് ലൈൻ വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ വീഡിയോ ഒരുപാട് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എങ്ങനെ ക്യാമറ വെച്ചാലും നമ്മൾ ഷേക്കിങ് വന്നാലും നമ്മൾ പോലും അറിയാതെ ആ ഒരു ഫ്രെയിം സെറ്റായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തെറ്റ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ തുടക്കക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഈ ഒരു ഗ്രിഡ് ലൈൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ എപ്പോഴും നിങ്ങൾ ഗ്രിഡ് ലൈൻ ഓൺ ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഇപ്പൊ ഞാനിത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു എക്സാമ്പിൾ. ഇത് നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ഒരു സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നോ പ്രോബ്ലം. ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വെക്കുന്നു, ഗ്രിഡ് ലൈൻ ഓൺ ആക്കുന്നു, സെന്ററിൽ നമ്മൾ ഈ ഒരു ഫോക്കസ് ഇങ്ങനെ വന്ന് നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ വേറെ കുഴപ്പം അവിടെ വരുന്നതല്ല. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നേരെ മൊബൈലിൽ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ക്യാമറ ഓപ്പൺ ചെയ്ത് നമ്മൾ വീഡിയോ എന്നുള്ള ഭാഗം എടുക്കുക. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഏത് ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്യുന്നു, അതല്ലെങ്കിൽ ബാക്ക് ക്യാമറ. എന്നിട്ട് നമ്മൾ സെറ്റിംഗ്സ് എടുക്കുന്നു. അപ്പൊ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആദ്യം നമുക്ക് വീഡിയോന്റെ റെസൊല്യൂഷൻ നോക്കാം. അത് ഒരുപാട് 8K ഫോർമാറ്റിൽ നമുക്ക് വീഡിയോന്റെ ക്വാളിറ്റി 8K എടുക്കാൻ പറ്റും, 4K എടുക്കാൻ പറ്റും, ഫുൾ HD. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8K ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിവൈസ് എഡിറ്റ് ചെയ്യാൻ വേണം. അതല്ലെങ്കിൽ അത് ഹാങ് ആവുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് സിസ്റ്റത്തിലൊന്നല്ല നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്, മൊബൈൽ ഫോണിലാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒരു 4K മാക്സിമം വന്നാൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫുൾ HD ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ നമുക്ക് ഫ്രെയിം പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോകൾ ചേർത്ത് വെച്ചിട്ടാണ് ഒരു വീഡിയോ ഒരു സെക്കൻഡിൽ റൺ ആകേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് നോർമൽ കേസിൽ 30 FPS മതി. ഇനി അതല്ല, നമ്മൾ സ്ലോ മോഷനിലൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ചില വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ സ്ലോ മോഷനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് FPS
60ഉം അതിന്റെ കൂടുതലിലേക്ക് ഹൈ ആക്കി കൊടുക്കാം. നോർമൽ കേസിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് തന്നെ ധാരാളമാണ്. അതിൽ നോർമലിൽ ഷൂട്ട് ചെയ്താൽ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ക്വാളിറ്റിയിൽ സ്ലോ മോഷനിലൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം 8Kയിലേക്കും അതുപോലെ ഫ്രെയിം റേറ്റ് ഒക്കെ കൂട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ ക്വാളിറ്റി കൂട്ടുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഹാങ് ആവും. അതുപോലെ നമ്മളെ മെമ്മറി, ഫോണിന്റെ സ്റ്റോറേജ് ഒക്കെ പെട്ടെന്ന് ഫുൾ ആവും. ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ജസ്റ്റ് അവിടെ ക്യാമറന്റെ ക്വാളിറ്റി സെറ്റിങ്സുകളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പൊ ഫുൾ HD ആണെങ്കിൽ അത് എടുക്കുക. ശേഷം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നോർമൽ കേസിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫോക്കസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് അത് ഫോക്കസ് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങോട്ട് മാറിയാലും എങ്ങോട്ട് ഇതായാലും ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഫോക്കസ് ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ എക്സ്പോഷർ ഒക്കെ അവിടെ ഹൈ ആക്കിയിട്ടും ലോ ആക്കിയിട്ടും കുറക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ എക്സ്പോഷർ ഒരുപാട് കൂട്ടിയിട്ടും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഹൈ ആക്കി വെക്കാതിരിക്കുക, കാരണം ഒരുപാട് ഇത് ഭയങ്കര ഒരു ബോറാണ്. പിന്നെ എഡിറ്റിങ്ങിലും കളർ ഗ്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും, ഒരുപാട് ഗ്രെയിന് വരും. അപ്പൊ എപ്പോഴും ഇത് കുറച്ചൊരു ആവറേജിൽ വെക്കുന്നതാണ് നല്ലത്. അതുപോലെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ISO ഒക്കെ കൂട്ടി വെക്കുക, ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ISO ഒക്കെ ബ്രൈറ്റ്നസ് ഒക്കെ ഒരുപാട് കൂട്ടിയിട്ട് വെക്കുമ്പോൾ അതിൽ ഗ്രെയിനുകൾ വരും, നിങ്ങൾക്ക് ക്ലാരിറ്റി കുറയാണ് ചെയ്യുക. സംഭവം നല്ല വലിയൊരു നമുക്ക് പ്രകാശം തോന്നുമെങ്കിലും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തത് വരുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞിട്ടാണ് കാണുക. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, ഒരുപാട് ഹൈ ആക്കി വെക്കാതിരിക്കുക. എഡിറ്റിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വീഡിയോന്റെ സ്റ്റെബിലൈസേഷൻ എന്നുള്ളത്. ഇത് എല്ലാ ഫോണിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പോ എൻ്റെ ഈ ഒരു ഫോണിലുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ വീഡിയോന്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്ന് കാണാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇളക്കുമ്പോൾ ഷെയ്ക്കിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ക്കിങ്, ഒരു സ്മൂത്ത്നെസ് ഉണ്ടായിരിക്കും. ശരിക്കും അത് അറിയാം. ഇപ്പൊ വരുന്ന പ്രീമിയം ഫോണിലൊക്കെ ഒരുപാട് അൾട്രാ സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ എത്ര ഷെയ്ക്ക് ചെയ്താലും വീഡിയോ ഷെയ്ക്ക് വരാതെ എടുക്കുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകൾ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്കറിയാം, ഇതിന് വേണമെങ്കിൽ നമുക്ക് ജിംബൽ വാങ്ങിക്കാം. അപ്പൊ അതിലേക്കൊന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് സ്റ്റെബിലൈസേഷൻ എന്താണ്, എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന്. ജിംബൽ ഉപയോഗിച്ച് നമുക്ക് സിനിമാറ്റിക് മോഡലൊക്കെ ഷൂട്ട് ചെയ്യാം, ഒരു ഷെയ്ക്കും വരാതെ. ഇനി നോർമൽ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അത് അനങ്ങില്ല, സ്റ്റെബിലൈസേഷന് നമുക്ക് അവിടെ വർക്കായി കിട്ടുന്നതാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് ഉറപ്പിച്ച് വെക്കല്ലേ, അപ്പൊ അവിടെ ആ ഒരു പ്രശ്നം മാറി കിട്ടുന്നതാണ്. അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന ഒരു ഓപ്ഷൻ എന്നുള്ളത് സ്റ്റെബിലൈസേഷൻ ആണ്. അപ്പൊ നിങ്ങൾ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 കൈയും പിടിച്ചിട്ട് ഫോൺ എടുക്കുക. നിങ്ങൾ പുറത്തുള്ളതാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതാണെങ്കിൽ എവിടെയെങ്കിലും വെച്ചെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പുറത്തുള്ള ബാക്ക് ക്യാമറ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലുമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോൾ നമ്മളെ ബോഡിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ വീഡിയോ എത്ര ബോഡി ഇളകിയാലും, നമ്മളിപ്പോൾ ചിലരൊക്കെ വീഡിയോഗ്രാഫറൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ പ്രത്യേക ആംഗിളിൽ നടക്കുന്നത്, അത് ആക്ച്വലി അവരുടെ കയ്യിലേക്കായ ഒരു ചലനം വരാതെ ക്യാമറ ഇളകാതിരിക്കാൻ ആണ് മാക്സിമം അവർ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും 2 കൈ ഉപയോഗിച്ചിട്ട് അത് ഷെയ്ക്ക് വരാതെ മാക്സിമം എടുക്കുക. പിന്നെ സൂമിങ് ഒരുപാട് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, സൂമിങ് കുറച്ചിട്ട്. ഇപ്പൊ അത്യാവശ്യം പ്രീമിയം ഫോണിലൊന്നും കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ ഒബ്ജക്റ്റ് എവിടെയോ ലോങ് ആണ്, നമ്മളിവിടെ ഇരുന്നിട്ട് നല്ല സൂമിങ് ഉണ്ട്. അങ്ങനത്തെ ഈ ഒരു ഇവിടെ ഇപ്പൊ ചില കല്യാണത്തിനൊക്കെ ബ്രൈഡിനൊക്കെ എടുക്കുന്നവർ കാണാം, അവർ ഇരുന്ന സ്ഥലത്ത് നിന്ന് പോയിട്ട് സൂം ചെയ്തെടുക്കുന്നത് കാണാം. അങ്ങനെ സൂം ചെയ്തെടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അടുത്ത് പോയിട്ട് എടുക്കുക. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ചിലർക്ക് നാണക്കേടാണ്. നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വീഡിയോ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് പോയിട്ട് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ചാനലിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ കുക്കിംഗ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഒരു ചെറു മൂല, ആ ഒരു മൂല മാത്രം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അവിടെ നല്ലൊരു ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നന്നാവും. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ അത്യാവശ്യം ഫേസിലേക്ക് ഇത് വരുന്നത് എന്താണെന്ന് പറയുക, എന്റെ സൂര്യൻ നിൽക്കുന്നത് ഇത് ആ ഭാഗത്താണ്. അപ്പൊ അവിടുന്ന് നല്ലൊരു ലൈറ്റ് എന്റെ മുഖത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ആ ലൈറ്റ് പോയി, കാരണം സൂര്യൻ എന്റെ പിറകിലാണ്. ഈവനിങ് ആണ്, നല്ല ലൈറ്റ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നവർക്കും ഫോട്ടോ എടുക്കുന്നവർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് ഈ ഒരു ഈവനിങ്. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു ലൈറ്റിന്റെ യാതൊരു ഉപകാരവും കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ നോക്കൂ,
ഞാൻ ഇങ്ങോട്ട് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് നിന്നപ്പോൾ നല്ലൊരു നാച്ചുറൽ ലൈറ്റ് എൻ്റെ ഫേസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ റൂമിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ IS ഒക്കെ ഒരുപാട് കൂട്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലൈറ്റിന്റെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി. 4 ഭാഗത്ത് റൂമിന്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക, ഒന്ന് നടന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ഒന്നിങ്ങനെ സെൽഫി ക്യാമറ ഓൺ ആക്കിയിട്ട് ഒന്ന് നോക്കി 4 ഭാഗത്തും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഭാഗമാണ് നല്ലത് എന്നുള്ളത്. ക്ലാരിറ്റി, കാരണം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുകയല്ലേ, അത് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി, ഒരു പ്രോബ്ലവും ഇല്ല. പിന്നെന്താണ്, ബ്രൈറ്റ്നസ് ഒരുപാട് കൂട്ടി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ബുക്കിനെ കുറിച്ചിട്ടും വായനയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരാളാണ്, സ്വല്പ സാഹിത്യം പറയുന്ന ആളാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വളരെ നന്നാവും. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ നന്നാവും. അതൊന്ന് ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ എന്താണ്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങളൊരു തുടക്കക്കാരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ വലിയൊരു ഫോണും കാര്യങ്ങളൊന്നും ഒരു പക്ഷെ തുടക്കത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാ ക്രിയേറ്റേഴ്സും ഇങ്ങനെ തുടങ്ങിയവരാണ്. അപ്പൊ നിങ്ങൾ ഓപ്ഷനുകൾ അങ്ങനെയാണ്, ഇതിലെങ്ങനെ നമുക്കൊന്നും പറ്റുന്ന പരിപാടിയല്ല. ഇപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ടിപ്സ് പോലെ പറഞ്ഞതാണ്. ഇത് നമ്മൾ പോലെ അറിയാതെ ഈ ഒരു സ്കില്ല് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതാണ്. ഞാനൊന്നും ഇപ്പൊ ഇതിൽ അത്ര വലിയൊരു പ്രോ ലെവൽ അറിയുന്ന ഒരാളൊന്നും അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കിയാൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കഴിയും. വീഡിയോയിൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓഡിയോ ക്വാളിറ്റിയാണ്, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഒരു ചെറിയ മൈക്കിംഗ് നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയൊരു മൈക്ക്, വലിയ എക്സ്പെൻസ് ചെലവഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഓഡിയോ ക്വാളിറ്റി മസ്റ്റ്. അപ്പൊ ഞാൻ ഈ പറയുന്ന സംഭവം ഈ രീതിയിലാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സമയം കേൾക്കും? ഭയങ്കര ഒരു നോയ്സും കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു മൈക്ക് അത് നിങ്ങൾ വാങ്ങിക്കോളൂ. കാരണം നിങ്ങൾ സീരിയസ് ആയിട്ട് യൂട്യൂബിനെ കാണുന്നവരായതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ചെറിയ മൈക്ക് മതി. ഇപ്പൊ ഒരു വയേർഡ് മൈക്ക് ആണെങ്കിൽ പോലും, വയർലെസ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെറിയ ക്യാഷിന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോന്റെ കൂടെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇത് കൂടാതെ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഉണ്ടായിരിക്കും പ്രോ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. പലരും അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു DSLR ൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ കൺട്രോൾ നമുക്ക് ഉണ്ടായിരിക്കും. ISO, ഷട്ടർ സ്പീഡ്, അങ്ങനെ ഒരുപാട് ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ നമ്മുടെ മൊബൈലിന് നമുക്ക് എല്ലാ സെറ്റിങ്സും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പ്രോ മോഡ് എന്നുള്ളത്. അത് ഫോട്ടോയിലുണ്ട്, ഇപ്പൊ വരുന്ന ഫോണിൽ വീഡിയോയിലും പ്രോ മോഡ് ഉണ്ട്. അപ്പൊ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ISO, ഷട്ടർ സ്പീഡ്, ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും, അതിന്റെ കളർ കോറിലേഷൻ എല്ലാം നമുക്ക് മാനുവലി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പ്രോ മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കാരണം തുടക്കക്കാരായതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും യൂസ് ചെയ്യാൻ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കുക. മെയിനായിട്ട് ക്യാമറന്റെ ലെൻസിലേക്ക് നോക്കുന്നതും ക്യാമറ ക്ലീൻ ചെയ്യുന്നതും ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കുന്നതും ഇതുപോലെ ചെരിവ് വരാതെ ഒരേ ആംഗിളിൽ ഇതിന്റെ സെന്ററിൽ വന്ന് സംസാരിക്കുക. ക്യാമറയിലേക്ക് നോക്കി ലെൻസിലേക്ക് നോക്കി സംസാരിക്കുക. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അത് സ്ക്രിപ്റ്റ് ബേസും നന്നാക്കുക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെടാത്തതാണ്. എന്താണ് പറയേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ളതാണ് അത് ഷൂട്ട് ചെയ്യുക. അപ്പൊ അത് ഇവിടെ ബാധകമല്ല. എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കുക. ഓരോരുത്തരുടെ മൊബൈലിലും വ്യത്യസ്തമായിട്ടുള്ള സെറ്റിങ്സുകളും വ്യത്യസ്ത ഓപ്ഷനുകളും ഉണ്ടായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രയൽ ചെയ്യുക എന്നുള്ളതാണ്. അറിയാതെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കില്ല് കൂടുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിലും വലിയൊരു എന്താ പറയാ ഉയരങ്ങളിൽ എത്താൻ പറ്റും. അത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം.